പ്രതീക്ഷയുടെ നങ്കൂരം. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. 1 യോഹന്നാൻ 4:12. ആരോ പറഞ്ഞു കേട്ട ഒരു സംഭവം ഓർക്കുന്നു. ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളുടെ ഓട്ടമത്സരം. കുറേ നാളത്തെ പരിശീലനത്തിനു ശേഷം മത്സരത്തിനായി അവർ ഒരുങ്ങി വന്നു. 1, 2, 3 എല്ലാവരും ഓടി. ഒരുവൻ വളരെ മുമ്പിൽ. പതുക്കെ അവൻ തിരിഞ്ഞു നോക്കി. ഓടിയവരിൽ ഒരുവൻ വീണു കിടക്കുന്നതാണ് കണ്ടത്. ബാക്കി എല്ലാവരും വീണവന് ചുറ്റും നിൽക്കുന്നു. അവൻ പിന്നോക്കം ഓടി. എല്ലാവരും കൂടി വീണവനെ വാരിയെടുത്തു. അതിനുശേഷം എല്ലാവരും കൂടി നടക്കാനും തുടങ്ങി. ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണ് ബുദ്ധിമാന്മാർ? ബുദ്ധിമാന്യം സംഭവിച്ചവർ നമ്മേക്കാൾ എത്രയോ ഭേദം. സുനാമി ദുരന്തത്തിനിടയിൽ ഒരു TV പ്രോഗ്രാം കാണാനിടയായി. കടൽ തീരത്തെ വീടുകളും സമ്പാദ്യങ്ങളും വ്യക്തികളും എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് തിര ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത തിരയിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ആടുമാടുകളുമെല്ലാം കരയിലേക്ക്. എല്ലാം എടുത്തുകൂട്ടി വലിയ പൊക്ലിൻ ഉപയോഗിച്ച് മണ്ണിട്ട് മൂടുന്ന കാഴ്ച. തരിച്ചുപോയി. എന്തു വിസ്മയം! മനുഷ്യൻ വാരിക്കൂട്ടുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. കണ്ണിൽ നിന്ന് മായാത്ത ഒരു ദൃശ്യമായിരുന്നു അത്. നാം ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്കൊന്നും കൊണ്ടുപോകുവാനും കഴിയുകയില്ല. ഒന്ന് വിശാലമായി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഇവിടെ സ്വർഗമായി മാറും. ഈ ലോകത്തിൽ നാം തീർത്ഥാടകരാണ്. സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള തീർത്ഥാടനം. സ്വർഗമാകുന്ന സ്നേഹ സാമ്രാജ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഇവിടെ വെച്ച് സ്നേഹിക്കാൻ പഠിക്കണം. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുകയെന്ന യേശു സന്ദേശം ജീവിതബന്ധിയാകുന്നത് ആവശ്യം വേണ്ടതാണ്. പ്രസിദ്ധ എഴുത്തുകാരനായ ജോൺ പവലിൻ്റെ ദ ക്രിസ്ത്യൻ ലിവിംഗ് എന്ന സുപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഒരു ഐതിഹ്യ കഥ പറയുന്നുണ്ട്. അയർലൻഡിൽ കിരീടാവകാശികളില്ലാതിരുന്ന രാജാവ് ഒരു പരസ്യം രാജ്യം മുഴുവൻ വിളംബരം ചെയ്തു. രാജാവാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ എത്രയും വേഗം രാജാവിനെ മുഖം കാണിക്കുവാൻ എത്തുക. രാജാവാകുവാൻ വേണ്ട യോഗ്യതകൾ: അടിയുറച്ച ദൈവവിശ്വാസവും ആഴമേറിയ സഹോദര സ്നേഹവും. നിശ്ചിത ദിവസം അടുക്കുംതോറും ധനാഢ്യരും പണ്ഡിതരുമായ അനേകം പേർ രാജകൊട്ടാരത്തിൽ വന്നെത്തിക്കൊണ്ടിരുന്നു. ഒരു ദരിദ്രനായ യുവാവിനെ അയർലൻഡിലെ രാജകൊട്ടാരം കാണാൻ മോഹം. തൻ്റെ ഈ മോഹം കൂട്ടുകാരുമായി പങ്കുവച്ചു. തൻ്റെ കൂട്ടുകാരിൽ നിന്ന് ധരിക്കുവാനുള്ള വസ്ത്രം, യാത്രാ ചെലവിനുള്ള നാണയവും അവൻ കടം വാങ്ങി രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. രാജകൊട്ടാരത്തിലെ കാഴ്ചകൾ കൺകുളിർക്കെ കണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് തണുത്തു ഉറച്ചിരിക്കുന്ന ഒരുവനെ കണ്ടെത്തി. ആ പാതവക്കിലിരിക്കുന്ന യാചകനെ തൻ്റെ മേൽവസ്ത്രവും യാത്രാ ചെലവിനുള്ള നാണയവും നൽകി. അങ്ങനെ ഏറ്റവും അവസാന വ്യക്തിയായി ഈ ദരിദ്ര യുവാവും മുഖം കാണിക്കാനെത്തി. പല ചോദ്യങ്ങളും ചോദിച്ചു. ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് നിന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു കാര്യം പറയാമോ? എനിക്കെല്ലാം ഇഷ്ടമായി, പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച എന്നെ വേദനിപ്പിച്ചു. രാജകൊട്ടാരത്തിലും ഒരു മനുഷ്യൻ വിശന്ന് തണുത്തു വിറച്ചിരിക്കുന്നു. നീ എന്തു ചെയ്തു അവനു വേണ്ടി? എൻ്റെ മേൽവസ്ത്രവും തിരിച്ചു പോകുവാനുള്ള വണ്ടിക്കൂലിയും കൊടുത്തു. ഉത്തരത്തിൽ സംപ്രീതനായ രാജാവ് അവനെ യുവരാജാവായി തിരഞ്ഞെടുത്തു. രാജാവാകാനുള്ള നിബന്ധനകൾ നേരത്തെ വിളംബരം ചെയ്തിരുന്നു. ഇതുപോലെ സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള ചോദ്യക്കടലാസ് കർത്താവായ ദൈവം നേരത്തെ പരസ്യം ചെയ്തിട്ടുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെന്ന പോലെ ദൈവസ്നേഹവും സഹോദര സ്നേഹവും അനുദിനം പ്രാവർത്തികമാകണം. പക്ഷേ നാം പലപ്പോഴും പല കാര്യവ്യഗ്രതകളിൽ മുഴുകി ലക്ഷ്യം വിസ്മരിക്കുന്നു. മാർഗങ്ങൾ ലക്ഷ്യമായി തീരുന്നു. മുഖം കാണിക്കാൻ മുമ്പ് കടന്നുപോയവരാരും തന്നെ ഈ പാവപ്പെട്ടവനെ കണ്ടില്ല. കാരണം അവർ പലവിധ വ്യഗ്രതകളിലായിരുന്നു. രാജാവ് ചോദിക്കുവാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളുമായി മുന്നേറിയ അവർക്ക് ചുറ്റുപാട് നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. അവർ അത്രയ്ക്കും സ്വാർത്ഥതയാൽ ബന്ധിതരായിരുന്നു. കൂടാതെ രാജാവാകാൻ വേണ്ട യോഗ്യതകളും അവർ മറന്നിരുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ള താലന്തുകൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ മനോഹരമായ പരിപാലന കണ്ടും ചെയ്യാവുന്ന നന്മകൾ ചെയ്തും അടിയുറച്ച ദൈവവിശ്വാസത്തിൽ നാം മുന്നേറണം.
എല്ലാ ജീവിതാനുഭവങ്ങളും ദൈവാനുഭവങ്ങളാക്കി മാറ്റി ജീവിച്ചാൽ സ്നേഹ സാമ്രാജ്യത്തിലെ അംഗങ്ങളാകാൻ നമുക്ക് കഴിയും. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 1 കൊറിന്ത്യർ 14:1.